നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. തൃപ്പൂണിത്തുറ ക്ഷേത്ര ഉത്സവങ്ങളും ക്ഷേത്ര ഐതിഹ്യവുമാണ് ഇന്ന് പറയുന്നത്. സന്താന ഗോപാലമൂർത്തിയായ തൃപ്പൂണിത്തുറയപ്പന്റെ ക്ഷേത്രത്തിൽ ചിങ്ങം, വൃശ്ചികം, കുംഭം എന്നീ മാസങ്ങളിലായി ആണ്ടുതോറും 3 ഉത്സവങ്ങൾ വീതമാണ് നടത്തിവരുന്നത്. ഇവയിൽ പ്രസിദ്ധിയും പ്രാധാന്യവും കേമത്വവുമെല്ലാം വൃശ്ചിക മാസത്തിലെ ഉത്സവത്തിനാണ്. തൃപ്പൂണിത്തുറയപ്പന്റെ ഉത്സവം എന്നു പേരും ആ ഉത്സവത്തിനു മാത്രമേയുള്ളൂ. ആ ഉത്സവം മുൻപിലാലേ ഉള്ളതാണ്. മറ്റുള്ള ഉത്സവങ്ങൾ രണ്ടും ഇടക്കാലത്ത് വച്ച് ചില കാരണങ്ങളാൽ ഉണ്ടായിട്ടുള്ളവയാണ്. എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. എറണാകുളം നഗര സമീപത്തുള്ള പ്രധാനവും പ്രസിദ്ധവുമായ ഒരു ക്ഷേത്രമാണിത്. അനന്തന്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. സന്താന ഗോപാലമൂർത്തിയായി സങ്കല്പിക്കപ്പെടുന്ന ഈ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് ശ്രീകൃഷ്ണനും അർജുനനുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉപദേവനായി ഗണപതി മാത്രമേ ക്ഷേത്രത്തിലുള്ളൂ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. കുട്ടികളുടെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും ബാലാരിഷ്ടതകൾ മാറാനും ഇവിടെ ദർശനം നടത്തുന്നത് ഗുണകരമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ചിങ്ങം, വൃശ്ചികം, കുംഭം എന്നീ മാസങ്ങളിൽ തിരുവോണം നാളിൽ ആറാട്ടായി 8 ദിവസം വീതം നീണ്ടു നിൽക്കുന്ന 3 കൊടിയേറ്റുത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇത് വലിയൊരു പ്രത്യേകതയാണ്. ഇവയിൽ വൃശ്ചികോത്സവമാണ് ഏറ്റവും പ്രധാനം. കുംഭമാസത്തിലെ ഉത്സവം പറയെടുപ്പിന് മാത്രം നടത്തുന്നതാണെന്ന പ്രത്യേകതയുമുണ്ട്. ഈ 3 ഉത്സവങ്ങൾ കൂടാതെ ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി, ധന്വന്തരി ജയന്തി, ദീപാവലി, മേടമാസത്തിൽ വിഷു, തുലാം മാസത്തിൽ 9-ാം ദിവസം, കുംഭമാസത്തിൽ ഉത്രം നാളിൽ നടക്കുന്ന പിറന്നാൾ മഹോത്സവം, വൈശാഖ പുണ്യമാസം, വൈകുണ്ഠ ഏകാദശി എന്നിവയും ആഘോഷിച്ചു വരുന്നു. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ശ്രീമദ് ഭാഗവതത്തിലെ പ്രസിദ്ധമായ സന്താനഗോപാല കഥയുമായി ബന്ധപ്പെട്ടതാണ്. ഇതാണ് ക്ഷേത്രത്തിന്റെ ഉത്ഭവകഥ. ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണനെ കാണാൻ ദ്വാരകയിലെത്തുകയുണ്ടായി. തന്റെ സുഹൃത്തിനെ ഭഗവാൻ അല്പദിവസം തനിക്കൊപ്പം താമസിക്കാൻ അനുവദിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്രീകൃഷ്ണന്റെ സദസ്സിലേക്ക് ഒരു ബ്രാഹ്മണൻ തന്റെ മരിച്ചുപോയ കുഞ്ഞിന്റെ മൃതദേഹവും കൊണ്ടുവരികയുണ്ടായി. തന്റെ 9ാമത്തെ കുട്ടിയാണിതെന്നും മുൻപുണ്ടായ 8 പേരും ഇതുപോലെ പ്രസവത്തോടെ മരിച്ചു പോവുകയാണ് ഉണ്ടായത് എന്നും ഇതിനെല്ലാം കാരണം ഭഗവാൻ കൃഷ്ണനാണെന്നും അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഇനി ഇതുപോലൊരു പ്രശ്നമുണ്ടാകില്ലെന്നും അടുത്ത കുട്ടിയെ താൻ സംരക്ഷിക്കുമെന്നും അർജുനൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ആദ്യം ബ്രാഹ്മണൻ അത് കാര്യമാക്കിയില്ല. എന്നാൽ അർജുനൻ തുടർച്ചയായി അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം അർജുനന്റെ ആവശ്യം അംഗീകരിച്ചു. 10ാമത്തെ കുട്ടിയും മരിക്കുകയാണെങ്കിൽ താൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്നും അർജുനൻ പ്രഖ്യാപിച്ചു. അങ്ങനെയിരിക്കെ ആ ബ്രാഹ്മണന്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി. അർജുനൻ തന്റെ കുട്ടിയെ രക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച ബ്രാഹ്മണൻ അദ്ദേഹത്തെ തന്റെ വീട്ടിലേക്ക് വിളിക്കുകയും തന്റെ ഭാര്യയെയും കുട്ടിയെയും സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അമ്പുകൾ കൊണ്ട് വലിയൊരു മാളിക പണിത അർജുനൻ പ്രസവം അവിടെ വെച്ചാകാമെന്ന് ബ്രാഹ്മണ പത്നിയെ അറിയിച്ചു. അതനുസരിച്ച് പ്രസവത്തിനായി അവർ അങ്ങോട്ടേക്ക് താമസം മാറി. അവസാനം ബ്രാഹ്മണ പത്നി വീണ്ടും പ്രസവിച്ചു. എന്നാൽ ഇത്തവണ കുട്ടി മരിക്കുക മാത്രമല്ല, കുട്ടിയുടെ ശവശരീരം പോലും കാണാനുണ്ടായിരുന്നില്ല. ഇതറിഞ്ഞ ബ്രാഹ്മണൻ അർജുനനെ ഓടിച്ചു വിടുകയുണ്ടായി. ദുഃഖിതനായ അർജുനൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അതനുസരിച്ച് അദ്ദേഹം ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് തീക്കുണ്ഡം സൃഷ്ടിച്ച് അതിൽ ചാടാൻ തയ്യാറായി. ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണൻ അങ്ങനെ ചെയ്യരുതെന്നും കുട്ടികളെല്ലാവരും വൈകുണ്ഠത്തിലുണ്ടെന്നും അർജുനനെ അറിയിച്ചു. അതനുസരിച്ച് ഇരുവരും വൈകുണ്ഠത്തിലേക്ക് പോയി. തന്റെ യഥാർത്ഥ സ്വരൂപമായ മഹാവിഷ്ണുവിൽ നിന്ന് 10 കുട്ടികളെയും മടക്കി വാങ്ങിയ ശ്രീകൃഷ്ണൻ തിരിച്ച് ഭൂമിയിലേക്ക് വരികയും അവരെ ദമ്പതികളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ സമയത്തു തന്നെ അവർക്ക് മഹാവിഷ്ണു ഭഗവാന്റെ ഒരു വിഗ്രഹവും അവർ ഭൂമിയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ആ പ്രതിഷ്ഠയാണ് ഇന്ന്
പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലുള്ളത്. അതിനാൽ കുട്ടികളില്ലാത്തവരും ഗർഭിണികളും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് അതിവിശേഷമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ സന്താന ഗോപാലാർച്ചന നടത്തുന്നത് കുട്ടികളുടെ ഉയർച്ചയ്ക്ക് ഗുണകരമാണെന്ന് വിശ്വാസമുണ്ട്. മാതാപിതാക്കൾ കുട്ടികളുമായി ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് ബാലാരിഷ്ടതകൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും ആപത്തുകൾ ഉണ്ടാകാതിരിക്കുന്നതിനും നല്ലതാണെന്ന് വിശ്വാസമുണ്ട്. സന്താനഗോപാല ബ്രാഹ്മണന്റെ കുടുംബമാണ് ഇന്ന് അറിയപ്പെടുന്ന തന്ത്രി കുടുംബമായ പുലിയന്നൂർ മന. വൈകുണ്ഠത്തിലെ പോലെ പൂർണ്ണതയുള്ള ഭഗവാനാണ് പൂർണ്ണത്രയീശൻ എന്നറിയപ്പെടുന്നത്. ചിങ്ങമാസത്തിലെ ഉത്സവത്തിന് മൂശാരിയുടെ ഉത്സവം എന്നാണ് പറയുന്നത്. ആ ഉത്സവത്തിന് അങ്ങനെ പേരു വരാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. പണ്ടൊരിക്കൽ തൃപ്പൂണിത്തുറയപ്പന്റെ ബിംബത്തിനു കേടു സംഭവിക്കുകയാൽ ബിംബം മാറ്റി പ്രതിഷ്ഠിക്കേണ്ടതായി വന്നു. അതിലേക്ക് ഒരു ബിംബം വാർക്കുന്നതിനായി ഒരു മൂശാരിയെ ഏൽപ്പിച്ചു. പഞ്ചലോഹങ്ങളായ സ്വർണം, വെള്ളി, ചെമ്പ്, പിച്ചള, ഇരുമ്പ് എന്നിവ ചേർത്താണ് ബിംബം വാർക്കുവാൻ ഏർപ്പാട് ചെയ്തത്. മൂശാരി ലോഹങ്ങളെല്ലാം കൂട്ടിയുരുക്കി വാർത്തിട്ട് എല്ലാ ലോഹങ്ങളും ഒരുപോലെ കൂടിച്ചേർന്നില്ല. 2-3 പ്രാവശ്യം ഉരുക്കി വാർത്തിട്ടും ശരിയാകാതെ വന്നപ്പോൾ മൂശാരി വല്ലാതെ വിഷമിച്ചു. ഒടുവിൽ അദ്ദേഹം ഭക്തിപൂർവം ഭഗവാനെ ദൃഢമായി സ്മരിച്ച് കൂടുകൂടെൻ്റെ തൃപ്പൂണിത്തുറയപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തപ്പോൾ എല്ലാം ശരിയായി കൂടിച്ചേരുകയും ആ ബിംബത്തിൽ ആ മൂശാരിയും കൂടിച്ചേർന്നു പോവുകയും ചെയ്തു. അങ്ങനെ ഭഗവത് ഭക്തനായ ആ മൂശാരിക്ക് സായുജ്യം സിദ്ധിച്ചതിൻ്റെ സ്മാരകമായി ഒരു ഉത്സവം കൂടി തുടങ്ങി. അതിനാൽ ആ ഉത്സവത്തെ മൂശാരിയുടെ ഉത്സവം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി കുംഭമാസത്തിലെ ഉത്സവത്തിന് നങ്ങ്യാപ്പെണ്ണിൻ്റെ ഉത്സവം എന്നാണ് പേര് പറഞ്ഞു വരുന്നത്. പണ്ടൊരിക്കൽ ഉദയംപേരൂർ വടക്കേടത്ത് നമ്പൂരിയുടെ ഇല്ലത്ത് അന്തർജനം പ്രസവിച്ച് ഒരു പെൺകുട്ടിയുണ്ടായി. ആദ്യമായിട്ടുണ്ടായ കുട്ടിയായതിനാൽ തന്നെ മാതാപിതാക്കൾക്ക് അപരിമിതമായ വാത്സല്യമുണ്ടായിരുന്നു. ചില നമ്പൂരിമാർക്ക് പെൺകുട്ടികളെക്കുറിച്ച് വാത്സല്യമുണ്ടായി കാണാറില്ല. അവരെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടും വിചാരിച്ചിട്ടോ എന്തോ കന്യാപിതൃത്വം ബഹുദുഃഖഹേതു എന്നാണ് അവർ വിചാരിക്കുകയും പറയുകയും ചെയ്യുന്നത്. അത് മനുഷ്യത്വമല്ലെന്നാണ് ചിലരുടെ അഭിപ്രായം. ചിലർക്ക് ആൺകുട്ടികളെക്കുറിച്ചുള്ളതിലധികം വാത്സല്യം പെൺകുട്ടികളെക്കുറിച്ചായിട്ടും കാണുന്നുണ്ട്. വടക്കേടത്ത് നമ്പൂരിയും ഇക്കൂട്ടത്തിലുള്ള ആളായിരുന്നു. ആ പെൺകുട്ടിക്ക് ജാതകവശാൽ 12 വയസ്സു കഴിയുന്നതുവരെ വലിയ ഗ്രഹപ്പഴയാണെന്നും അതിൻ്റെ പരിഹാരാർത്ഥം ആ കാലം കഴിയുന്നതുവരെ കുട്ടിയെ പതിവായി തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സ്വാമി ദർശനം കഴിപ്പിക്കണമെന്നുമുണ്ടായ ജ്യോത്സ്യവിധി പ്രകാരം ആ കുട്ടിയെ 6-ാം മാസത്തിൽ അതിൻ്റെ അന്നപ്രാശനം കഴിഞ്ഞപ്പോൾ മുതൽ പതിവായി തൃപ്പൂണിത്തുറ കൊണ്ടുപോയി തൊഴിച്ചിരുന്നു. അങ്ങനെ ശൈശവകാലം മുതൽ ശീലിച്ചു വന്നതിനാൽ കൗമാരകാലമായപ്പോൾ ആ കുട്ടിക്ക് തൃപ്പൂണിത്തുറ സ്വാമി ദർശനത്തിന് പോകുന്ന കാര്യത്തിൽ വളരെ സന്തോഷവും ശ്രദ്ധയും നിർബന്ധവും ഉണ്ടായിത്തീർന്നു. ഒടുക്കം ആ കന്യക തൃപ്പൂണിത്തുറയപ്പനെ തൊഴാതെ ജലപാനം കഴിക്കയില്ലെന്ന് തീർച്ചപ്പെടുത്തുകയും നിർവിഘ്നം അത് അങ്ങനെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ ആ കന്യകയ്ക്കു 12 വയസ്സു കഴിഞ്ഞു. അതുവരെ ആ ബ്രാഹ്മണ കുമാരിക്ക് യാതൊരു സുഖക്കേടുമുണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് അച്ഛൻ നമ്പൂരിക്ക് ആണായിട്ടും പെണ്ണായിട്ടും 3-4 കുട്ടികൾ കൂടി ഉണ്ടാവുകയും എല്ലാം തൃപ്പൂണിത്തുറയപ്പന്റെ കാരുണ്യം കൊണ്ടെന്ന് വിശ്വസിച്ച് ആ ബ്രാഹ്മണ കുടുംബക്കാർ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. ജ്യോത്സ്യന്മാർ പറഞ്ഞിരുന്ന കാലാവധി കഴിഞ്ഞുകൂടിയതിനാൽ ഇനി ഈ കന്യകയ്ക്ക് ആപത്തൊന്നും ഉണ്ടാവുകയില്ലെന്ന് അവിടെ എല്ലാവരും തീർച്ചയാക്കി. എങ്കിലും കന്യക തൻ്റെ സ്വാമി ദർശനം പിന്നെയും വിഘ്നം കൂടാതെ നടത്തിക്കൊണ്ടു തന്നെ ഇരുന്നു. അങ്ങനെയിരുന്ന കാലത്ത് ആ കന്യകയെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നമ്പൂരി വന്നു ചേർന്നു. അദ്ദേഹം സമ്പത്തുകൊണ്ടും സൗന്ദര്യം കൊണ്ടും ആഭിജാത്യം കൊണ്ടും എന്നുവേണ്ട എല്ലാം കൊണ്ടും ആ കന്യകയ്ക്ക് അനുരൂപനായിരുന്നതിനാൽ അച്ഛൻ നമ്പൂരി ജ്യോത്സ്യന്മാരെ വരുത്തി വധൂവരന്മാരെ ജാതകങ്ങൾ നോക്കിക്കുകയും ജാതകം ചേരുമെന്ന് ജ്യോത്സ്യന്മാർ സമ്മതിക്കുകയും കാര്യം തീർച്ചപ്പെടുത്തി വിവാഹത്തിന് മുഹൂർത്തം നിശ്ചയിക്കുകയും ചെയ്തു. ഈ വർത്തമാനം അറിഞ്ഞപ്പോൾ ആ കന്യകയ്ക്കുണ്ടായ വ്യസനം അതിദുസ്സഹമായിരുന്നു.
വേളി കഴിക്കാൻ വന്ന നമ്പൂരി ദൂരസ്ഥനാകയാൽ തൻ്റെ മാതാപിതാക്കന്മാരെ പിരിഞ്ഞു പോകണമല്ലോ എന്ന് വിചാരിച്ചല്ല ആ പെൺകിടാവ് ദുഃഖിച്ചത്. അതിനെക്കുറിച്ച് ആ പെൺകുട്ടി ഓർത്തോ എന്നു തന്നെ സംശയമാണ്. വേളി നിശ്ചയിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ തൻ്റെ സ്വാമി ദർശനം മുടങ്ങുമല്ലോ എന്നുള്ള വിചാരമാണ് ആ പെൺകുട്ടിക്കുണ്ടായത്. അതുകൊണ്ടുണ്ടായ ദുഃഖം മനസ്സിലൊതുക്കിക്കൊണ്ട് ആ കന്യക തൻ്റെ പതിവ് മുടക്കാതെ ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടിരുന്നു. ആ കന്യക വേളിയുടെ തലേ ദിവസം തൊഴാനായി നടയിൽ ചെന്ന സമയം വ്യസനം സഹിക്കവയ്യാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, എൻ്റെ തൃപ്പൂണിത്തുറയപ്പ, ഞാനിനി എന്നാണ് എൻ്റെ സ്വാമിയെ കണ്ടു തൊഴുന്നത്? നാളെ കാലത്ത് എൻ്റെ വേളിയായി. അത് കഴിഞ്ഞാലുടനെ എന്നെ കൊണ്ടുപോവുകയും ചെയ്യും. എൻ്റെ തൊഴലും ഇനി മുട്ടും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ്? എൻ്റെ സ്വാമി ദർശനം മുടങ്ങിയിട്ട് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുക തന്നെയാണ്. എൻ്റെ ഭഗവാനെ, ഇതിനൊരു നിവൃത്തിയുണ്ടാക്കി തരണേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഭക്തിയോടുകൂടി തൊഴുതുകൊണ്ട് നിന്നു. ആ സമയം തൃപ്പൂണിത്തുറയപ്പൻ കൈനീട്ടി തൻ്റെ ശ്രീകോവിലിനകത്തേക്ക് വിളിക്കുന്നതായി നങ്ങയ്ക്ക് തോന്നി. ഉടനെ ആ പെൺകിടാവ് അകത്തേക്കു കയറി ചെല്ലുകയും ആ വിഗ്രഹം കൈനീട്ടി ആ കന്യകയെ പിടിച്ച് തൻ്റെ മാറോടണയ്ക്കുകയും ആ സമയമുണ്ടായ പരമാനന്ദത്തോടുകൂടി കന്യക ആ ബിംബത്തെ മുറുകി കെട്ടിപ്പിടിക്കുകയും ആ ബിംബത്തോട് ചേർന്ന് അദൃശ്യയായി ഭവിക്കുകയും ചെയ്തു. ദേവസായുജ്യം സിദ്ധിച്ച ആ കന്യകയുടെ വളകൾ, മോതിരങ്ങൾ മുതലായ ആഭരണങ്ങൾ ബിംബത്തിന്റെ പീഠത്തിന്മേൽ കിടന്നിരുന്നത് ശാന്തിക്കാരൻ എടുത്ത് ദേവസ്വത്തിൽ ഏൽപ്പിച്ചു. അവ ഇപ്പോഴും അവിടെ ഭണ്ഡാരത്തിലിരിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. ആ കന്യകയുടെ, അതായത് നങ്ങപ്പെണ്ണിന്റെ സ്മാരകമായി നടത്തി വരുന്നതാകയാലാണ് കുംഭമാസത്തിലെ ഉത്സവത്തിന് നങ്ങപ്പെണ്ണിന്റെ ഉത്സവം എന്ന് പ്രസിദ്ധമായത്. ഈ ഉത്സവകാലത്ത് ഒരു ദിവസം വടക്കേടത്ത് നമ്പൂരിയുടെ ഇല്ലത്ത് തൃപ്പൂണിത്തുറയപ്പനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോവുക ഇപ്പോഴും പതിവുണ്ട്. ആ ദിവസം ആ ഇല്ലത്ത് കേമമായി സദ്യ നടത്തുകയും ഇല്ലത്തുള്ളവർ തൃപ്പൂണിത്തുറയപ്പനെ മോതിരമിടിവിക്കുക, തൃപ്പൂണിത്തുറയപ്പന്റെ വകയായി ആ ഇല്ലത്തുള്ളവർക്കൊക്കെ ഓടപ്പുടവ കൊടുക്കുക മുതലായി അനേകം ചടങ്ങുകൾ ഈ ഉത്സവം സംബന്ധിച്ച് ഇപ്പോഴും നടന്നു വരുന്നുണ്ട് എന്നാണ് ഐതിഹ്യം. തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയേശ ക്ഷേത്രത്തിലെ പറയെടുപ്പ് ഉത്സവം ആരംഭിക്കുന്നത് മലയാള മാസമായ കുംഭത്തിലെ ഉത്രം നക്ഷത്രം വരുന്ന മാർച്ച് 14 തീയതിയാണ് കൊടിയേറുന്നത്. 2025 മാർച്ച് 25 ആറാട്ടോടുകൂടി ഈ ഉത്സവം അവസാനിക്കുന്നു. നന്ദി.